മൂൺ വാക്ക് ഡയറക്റ്റഡ് ബൈ വിനോദ് AK. ഞാൻ കടുത്ത മൈക്കിൾ ജാക്സൺ ആരാധകനാണ്. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. അതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ഈ സിനിമയുടെ ട്രെയിലർ വേറൊരു സിനിമ കാണാൻ പോയപ്പോഴേക്കും വനിത വെച്ച് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചാണ് ഈ സിനിമ എന്തായാലും കാണുന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് രാവിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എടുത്തുകൊണ്ട് എനിക്ക് വനിതയെ തന്നെ രാവിലത്തെ ഷോ കാണാൻ പറ്റിയില്ല. വേറെ നല്ല തിയേറ്റേഴ്സ് നോക്കിയപ്പോഴേക്കും എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള തിയേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. തൊട്ടടുത്ത ഷോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാസ്റ്റ് ആൻഡ് ക്രൂ ബുക്ക് ചെയ്തുകൊണ്ട് അതിന് ശേഷമുള്ള ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഷോ ആണ് ഞാൻ ഈ സിനിമ കണ്ടത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു തിരിഞ്ഞു നോട്ടമാണ്. അതായത് ബോണിയം പാട്ടുകാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ആ ഒരു ബാൻഡ് ഒക്കെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ നിന്നും മൈക്കിൾ ജാക്സൻ്റെ വരവ് പരിപാടികൾ മറ്റേ മറിച്ച് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഡിസ്കോ കാലഘട്ടത്തിൽ നിന്നും ബ്രേക്ക് ഡാൻസിൻ്റെ കാലഘട്ടത്തിലേക്കുള്ള ആ ഒരു ചുവട് മാറ്റം കാര്യങ്ങൾ മറ്റേ മറിച്ചൊക്കെയാണ് നമ്മളെ കാണിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ. അപ്പോൾ നമ്മുടെ അച്ഛന്മാർ എൻ്റെ പോലുമല്ല, 90s കിഡ്സ് പോലുമല്ല, ഇത് ബേസിക്കലി 60s 70s 80s ആ ഒരു 70s 80s എന്നൊക്കെ പറയാം. ആ ഒരു കാലഘട്ടമാണ് മെയിനായിട്ട് കാണിക്കുന്നത്. 60s to 80s എന്നുള്ള രീതിയിൽ. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആരാന്ന് ഞാൻ നോക്കട്ടെ. പ്രശാന്ത് പിള്ളൈ. വെറുതെ അല്ല, കിടിലം മ്യൂസിക്കായിരുന്നു. സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പാട്ടുകൾ, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ സിനിമ വനിത കണ്ടത് വളരെ നന്നായി എന്ന് എനിക്ക് ശരിക്കും തോന്നി. ആ ഒരു ഡിസിഷൻ ടു വെയിറ്റ് ആൻഡ് ഗോ ഫോർ ദ നെക്സ്റ്റ് ഷോ എനിക്കത് ഗുണമേ ചെയ്തുള്ളൂ എന്ന് പറയാനുള്ളൂ. കാരണം ഈ സിനിമയ്ക്ക് സൗണ്ടിന് ഭയങ്കര പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസൈൻ ബൈ രംഗനാഥ് രവി. ഈ മനുഷ്യൻ്റെ പേര് ഞാൻ എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കതിന് അറിയില്ല. മികച്ച സൗണ്ട് ഡിസൈൻ എന്നുള്ള സംഭവം എവിടെയൊക്കെ തോന്നിയിട്ടുണ്ടോ അവിടെ ഒക്കെ ഈ മനുഷ്യൻ്റെ പേര് കാണാൻ പറ്റും. അതും എനിക്കിത് പുള്ളിയാണ് ചെയ്തേക്കണമെന്ന് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനിവിടെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിൻ്റെ സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ട്, പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബിലുള്ള ട്രെയിലറിൻ്റെ താഴെയുള്ള ആ ഒരു ഇൻഫർമേഷൻ എടുത്താണ് ഞാൻ ഇപ്പോൾ പൊതുവേ ചെക്ക് ചെയ്യാറുള്ളത്. കാരണം അവിടെ അത്യാവശ്യം ഇൻഫർമേഷൻസ് ഉണ്ടാവും, സൗണ്ട് ഡിസൈനും പരിപാടികളൊക്കെ. എപ്പോൾ ഞാൻ വന്ന് ഏതെങ്കിലും ഒരു സിനിമയുടെ സൗണ്ട് ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആരാ ചെയ്തെന്ന് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ പേരായിരിക്കും കാണുന്നത്. അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. സൗണ്ട് ഡിസൈൻ ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദിസ് മൂവി. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതാണ്. ശബ്ദങ്ങൾ, ആ റെട്രോ മ്യൂസിക്, അതാണ് എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിനകത്ത് കുറച്ച് കണ്ടുപരിചയമുള്ള മുഖങ്ങളൊക്കെ ഉണ്ട്. ചില പയ്യന്മാരൊക്കെ ഏതൊക്കെയോ സിനിമയിലൊക്കെ ഉള്ള പയ്യന്മാരായിട്ട് ഫീൽ ചെയ്തു. ഒരാളെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു. അത് നമ്മുടെ മലൈക്കോട്ടെ വാലിബനിൽ അഭിനയിച്ചിട്ടുള്ള മച്ചാനാണ്. എന്തോ മോസസ് എന്നാണ് മച്ചാൻ്റെ പേര്. എൻ്റെ പേര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. എന്തോ മോസസ് എന്നാണ്, പെട്ടെന്ന് എനിക്ക് പേര് കിട്ടണില്ല. അപ്പോൾ ആൾ ഇതിനകത്ത് റോൾ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രമാണ്. മെയിൻലി തുമ്പ എന്നുള്ള ട്രിവാൻഡ്രത്തുള്ള സ്ഥലം, നമ്മുടെ ISR ഇരിക്കുന്ന ആ ഭാഗം. പിന്നെ അതുപോലെ തന്നെ കഴക്കൂട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. പഴയ കാലഘട്ടമാണ് കാണിച്ചിരിക്കുന്നത്. ഈവൻ ഇപ്പോൾ ഉള്ള ട്രിവാൻഡ്രത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലെ പഴയ കാലഘട്ടങ്ങൾ നൈസായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. എസ്പെഷ്യലി ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രം ഒക്കെ എടുത്ത് കാണിക്കും. ഞാൻ പേഴ്സണലി അവിടെ പോയിട്ടുണ്ട്, എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഒക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് ആരാ ചെയ്തിരിക്കുന്നത്? ധന്യ ബാലകൃഷ്ണൻ. ഡെഫിനറ്റ്ലി ആൾ ഇൻഡസ്ട്രിയിലുള്ള ഒരു അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. അപ്പോൾ കോസ്റ്റ്യൂംസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ചില കോസ്റ്റ്യൂംസ് നമുക്ക് മൈക്കിൾ ജാക്സൻ്റെ ഫാനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ഇഫ് യു ആർ എ മൈക്കിൾ ജാക്സൺ ഫാൻ, ഈ സിനിമ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു മൊമെൻറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എസ്പെഷ്യലി ടുവേർഡ്സ് ദ ലാസ്റ്റ് 10 മിനിറ്റ് അത് വെറുതെ വിഷയമായിരുന്നു, കിടുമായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായതും ആ ലാസ്റ്റ് 10 മിനിറ്റാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ സിനിമയുടെ പ്ലസ് പോയിൻറ്റ്സ് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇതിലെ ഓരോ ചെറുപ്പക്കാരുടെയും പെർഫോമൻസ്, എനിക്ക് അവരുടെ ഒന്നും പേരെടുത്ത് പറയാൻ അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന്
നമ്മുടെ വിക്കിപീഡിയ എടുത്തപ്പോഴേക്കും അതിനകത്ത് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കുറേ ഇതിലെ ആക്ടേഴ്സിൻ്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആരെ പ്ലേ ചെയ്തു അതൊന്നും എഴുതിയിട്ടില്ല. മനോജ് മോസസ് മച്ചാൻ്റെ പേര് അതാണ്, നമ്മുടെ മലയക്കോട് വയലുമേനിലുള്ള. അനുനാഥ്, ഋഷി കൈനിക്കര, സിദ്ധാർത്ഥ് ബി, സുജിത് പ്രഭാകർ, അർജുൻ മണിലാൽ, അപ്പു അക്ഷരൈ, സഞ്ജന ദൂസ്, നൈനീറ്റ മറിയ, മീനാക്ഷി രവീന്ദ്രൻ. നമ്മുടെ മീനാക്ഷിനെ നമ്മുടെ മഴവില്ലൊക്കെ ഉള്ള മീനാക്ഷി ഉണ്ടല്ലോ, നമ്മുടെ മഴവിൽ മനോരമയിൽ അവതാരകയായിട്ടുള്ള മീനാക്ഷി. അതുപോലെ തന്നെ ഡെയിൻ മീനാക്ഷി നിങ്ങൾക്ക് അറിയാമല്ലോ, നായകനിലൂടെ വന്ന മീനാക്ഷിയാണ് ഉദ്ദേശിച്ചത്. ശ്രീകാന്ത് മുരളി, നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പ്രിയദർശൻ്റെ കൂടെ കുറേ നാളുണ്ടായ ഇപ്പോൾ ആക്ടറായിട്ട് ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്ന ശ്രീകാന്ത് മുരളി, തുഷാര പിള്ളൈ, തോന്നക്കൽ ജയചന്ദ്രൻ, മിനി IG, പ്രേംശങ്കർ, സിബി, സുനി, വീണ നായർ, കൃപ ചെറിയ, എല്ലാവരുടെ പേരെടുത്ത് വായിക്കാൻ കാരണമില്ലേ, ഓരോരുത്തരും രസമായിട്ട് അഭിനയിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പേരെടുത്ത് വായിച്ചത്. എനിക്ക് കിട്ടിയ എല്ലാവരുടെയും പേര് ഞാൻ വായിച്ചത് അതുകൊണ്ടാണ്. കാരണം ഓരോരുത്തരും ഭയങ്കര രസമായിട്ട് വളരെ നാച്ചുറലായിരുന്നു സിനിമ. അതാണ് ഭയങ്കര നാച്ചുറൽ. ആരും അഭിനയിക്കാനായിട്ട് ഫീൽ ചെയ്യില്ല. അത് നമുക്ക് എവിടെയൊക്കെ കണ്ടുപരിചയമുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഭയങ്കര റിലേറ്റബിൾ ആണെന്ന് വെച്ചാൽ അങ്ങനെ റിലേറ്റബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്നല്ല, പക്ഷെ നമ്മുടെ അച്ഛന്മാരൊക്കെ അല്ലെങ്കിൽ അമ്മമാർ ഈ സിനിമ ഉണ്ട്, അവർക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് കോളേജിൽ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അവർ സ്കൂളിൽ പഠിച്ചപ്പോൾ നടന്ന കാര്യങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ എങ്ങനെയാണ് സമയം കളഞ്ഞിരുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് റിക്കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. ആ റെട്രോ മ്യൂസിക് തന്നെ. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് റെട്രോ ഗെയിംസ്, റെട്രോ മ്യൂസിക് ഒക്കെ. അതുകൊണ്ട് തന്നെ അതിൽ ഓരോ ശബ്ദങ്ങൾ പോലും എനിക്ക് ഈ സിനിമ ഞാൻ കൊടുത്ത പൈസയ്ക്ക് മുതലായി എന്ന് പറഞ്ഞ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. അപ്പോൾ സിനിമ ആ രീതിയിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് എന്നെപ്പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. പിന്നെ അതുപോലെ ഇതിലെ ഓരോ നടിമാരെയും അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്കൊന്ന് 5 നടിമാരോളം ഉണ്ട്, മീനാക്ഷി ഉൾപ്പെടെ. ഇവരൊക്കെ കാണിച്ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്, ഫോഴ്സ്ഡ് ആയിട്ടല്ല അത് കാണിച്ചിരിക്കുക. ഭയങ്കര ആ ഒരു കോളേജ് പ്രണയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടും, അതുപോലെ ബസ്സിൽ പോകുമ്പോഴേക്കും നമുക്ക് ഒരു ഇൻഫാക്ച്വേഷൻ തോന്നിയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കുന്ന, പുറകെ നടക്കുന്ന ആ ഒരു മരഞ്ചുറ്റി പ്രണയത്തിൻ്റെ ആ ഒരു ക്രിഞ്ച് വേർഷൻ അല്ല ഇത്. ക്രിഞ്ച് വേർഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഭയങ്കര രസമാണ്, ഭയങ്കര നീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പടമാണെന്നൊക്കെ പറയേണ്ടി വരും. വളരെ നീറ്റായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും വ്യത്യസ്ത രീതിയിലുള്ള പ്രണയം, ഫോൺ വിളിച്ചുകൊണ്ടുള്ള പ്രണയം, ബസ്സിൽ കൂടെ പോകുമ്പോഴേക്കും ഇങ്ങനെ തമ്മി ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് തമ്മിൽ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. അതെല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഞാനിത് വളരെ മികച്ചൊരു പടമാണെന്നുള്ള രീതിയിലൊന്നും പറയാതെ പോകേണ്ടി വരുന്ന ഒരു കാരണം എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ തുറന്ന് പറയാണ്. ഈ സിനിമയുടെ എഡിറ്റർ ആരാണാവോ, എനിക്കൊന്ന് നോക്കണം. എഡിറ്റർ ദീപു ജോസഫ് ആൻഡ് കിരൺ ദാസ്. കിരൺ ദാസും 2 പേര് എഡിറ്റേഴ്സ് ഉണ്ട്. അത് കിരൺ ദാസ് വന്നിട്ടും എനിക്ക് പേഴ്സണലി വർക്കാവാഞ്ഞൊരു കാര്യം ഈ സിനിമയുടെ പേസിങ് ആണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, എഡിറ്റിംഗ് നല്ലതാണ്, പക്ഷെ പേസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറും 10 മിനിറ്റ് എന്തോ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡ്യൂറേഷൻ ഒന്ന് ഞാൻ നോക്കിക്കോട്ടെ എത്ര നേരം ഈ സിനിമ ഉണ്ടെന്നുള്ളത്. ഇത് കണ്ടപ്പോൾ പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത കാര്യമേ, ആദ്യം എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, 1 മണിക്കൂർ 58 മിനിറ്റ് എന്നാണ് ബുക്ക് മൈ ഷോ കാണിക്കുന്നത്. അൺബിലീവബിൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2 മണിക്കൂർ മുകളിലുള്ളതായിട്ട് എനിക്ക് 2.5 മണിക്കൂറൊക്കെ, 2.5 മണിക്കൂറല്ല 2.25 മണിക്കൂർ കണ്ട ഒരു ഫീലിംഗ്, ഒരു ലാഗെന്നും ഞാൻ പറയുന്നില്ല. അതായത് ഒരു പേസിങ് കുറവ് എനിക്ക് ഫീൽ ചെയ്തു. അത് എഡിറ്റിംഗ് പാറ്റേണിൻ്റെ ആണോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല. ചിലയിടങ്ങളിൽ എനിക്ക് പടം ഇങ്ങനെ അങ്ങോട്ടേക്ക് ഒരുപാട് നീങ്ങാത്ത പോലെ. ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുഷിയും, ഇത് മുഷിയത്തില്ല, പക്ഷേ കുറച്ചും കൂടി ക്രിസ്പാക്കാമായിരുന്നു സിനിമ, കുറച്ചും കൂടി ഫാസ്റ്റ് പേസ്ഡ് ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയ കുറച്ച് ഏരിയാസ് എനിക്ക് ഫീൽ ചെയ്തു. അത് മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ ഞാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാഞ്ഞ ഒരേ ഒരു കാര്യം അതായിരിക്കാം. അതല്ലാതെ എനിക്ക് ഈ സിനിമ
വർക്കായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കട്ട ഒരു ഡാൻസിൻ്റെയും മൈക്കിൾ ജാക്സൻ്റെയൊക്കെ ഫാനായതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഭയങ്കര രസമായിരുന്നു. എനിക്ക് വർക്കായി പടം, എസ്പെഷ്യലി മ്യൂസിക്. ലാസ്റ്റ് 10 മിനിറ്റ് ഞാനിങ്ങനെ എൻ്റെ മോനെ, ഞാൻ എന്തോരം തവണ ഞാൻ എൻ്റെ പൊന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. എനിക്ക് ആ സാധനം ലാസ്റ്റ് 10 മിനിറ്റിൽ അത് എനിക്ക് കിട്ടി. പക്ഷേ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് നമ്മളെ ഇംഗ്ലീഷിൽ ഹോളിവുഡിലൊക്കെയുള്ള പോലത്തെ സ്റ്റെപ്പ് അപ്പ് പോലത്തെ സിനിമയൊന്നും വിചാരിക്കരുത്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ മോഡേൺ രീതിയിലുള്ള ഡാൻസ് കാണിക്കുന്ന ഹിപ്പ് ഹോപ്പ് പരിപാടികളും മറ്റോ മറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഡബ് സ്റ്റെപ്പ് ഉൾപ്പെടെ അങ്ങനെ പല സ്റ്റൈൽസ് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇതങ്ങനെയല്ല. ഇതിനകത്ത് ആ ഒരു റെട്രോ ബ്രേക്ക് ഡാൻസ് സാധനമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് വെച്ച് വേണം ഈ സിനിമയെ അസസ് ചെയ്യാമെന്ന് ഞാൻ പറയും. അപ്പോൾ എന്തായാലും ദിസ് ഈസ് നോട്ട് ലൈക്ക് സ്റ്റെപ്പ് അപ്പ്, പക്ഷേ നമ്മളൊരു നാടൻ ഒരു അടിപൊളി ഡാൻസ് സിനിമ. ഇങ്ങനൊരു സിനിമ വേറെ മലയാളത്തിൽ ഉണ്ടാകുന്ന പോലെ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലേക്കൊന്നും വേറെ വരുന്നില്ല. ഉണ്ട് എന്ന് തോന്നിയത് ഒരു സിനിമയുണ്ട്, എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പ്യുവർലി ഡാൻസ് പടമല്ല, അത് ഡാൻസ് ആ ഒരു സിനിമയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അത് കിടുവായിട്ട് പക്ഷെ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അത് ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു സിനിമയാണ്. നിങ്ങൾ എത്ര പേര് ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ബേസ്ഡ് ആയിട്ടുള്ള മൂവി ആയിരുന്നു. അപ്പോൾ അത് വലിയ പെരുന്നാളെന്നാണ് ആ സിനിമയുടെ പേര്. നിങ്ങൾ എത്ര പേരെ പടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഷെയ്ൻ്റെയും അതിൽ അഭിനയിച്ച ഹിമിക ബോസ് എന്ന് പറഞ്ഞ ഹിന്ദി നടിയുടെയും പെർഫോമൻസ് കിടുവായിരുന്നു, ഡാൻസ്. ഞാൻ ഹിമികനെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്, കാരണം ഷീസ് എ ഗ്രേറ്റ് ഡാൻസർ. അതും ഷെയ്നും ഹിമിക്കയും തമ്മിലുള്ള കോമ്പിനേഷൻ ആ സിനിമയിൽ കിടുവായിരുന്നു. എനിക്ക് ഭയങ്കര വർക്കായ ഒരു പടമാണത്. കാരണം ഞാനൊരു കൊച്ചിക്കാരനാണ്, ഞാൻ മട്ടാഞ്ചേരി ജനിച്ച് വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. എൻ്റെ വീട്ടുകാരൊക്കെ കൂടുതലും കൊച്ചി തന്നെയാണ്, ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ചുള്ളിക്കലും. എൻ്റെ അമ്മയുടെ വീട് വള്ളുരുത്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ പടമായിരുന്നു വലിയ പെരുന്നാൾ. അത് കിടുവായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു ടൈപ്പ് പടമാണിത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, കുറച്ച് പിള്ളേർ പരിപാടി സെറ്റപ്പൊക്കെയാണ്. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് പിള്ളേരുടെ ആ ഒരു അഗ്രഷനൊക്കെ ഇതിനകത്തും ഉണ്ട്. പക്ഷേ ഇതൊരു അടിപ്പടം അങ്ങനത്തെ രീതിയിലും അല്ല. പക്ഷേ ഡാൻസിനെ അവരുടെ ഇമോഷൻസ് വെച്ച് എക്സ്പ്രസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ അത് കൂടുതൽ പറയാൻ പോയാൽ ഇതിൻ്റെ ഒരു ഇപ്പോൾ സ്പോയിലറായി പോകുന്നത് ഞാൻ പറയുന്നില്ല. പിന്നൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞതെന്ന് പറയാൻ പറ്റില്ല, ഈ സിനിമ പ്രഡിക്റ്റബിൾ ആണെന്നുള്ളതാണ്. ഒരു പെർട്ടിക്കുലർ പോയിൻ്റിൽ ഒരു ക്യാരക്ടറെ കാണിക്കും. ആ ക്യാരക്ടർ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മോനെ ഇതെന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ ഓൾറെഡി ഊഹിച്ചു. അത് അങ്ങനെ തന്നെ വന്നു. അത് വെടിക്കെട്ടായിരുന്നു. പക്ഷേ അത് ഒന്നാമത് വെടിക്കെട്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി എന്തായാലും തോന്നി. പക്ഷേ ഈവൻ ദോ ഐ പ്രഡിക്റ്റഡ് ഇറ്റ് കറക്റ്റ്ലി, ആ എൻഡ് പഞ്ചായിരുന്നു, ഭയങ്കര പഞ്ചായിരുന്നു. ഇതെന്തുകൊണ്ട് തിയേറ്ററിൽ കാണണമെന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും, ഇതിൻ്റെ മ്യൂസിക്കും ഇവർ എടുത്ത എഫേർട്ട് ഫോർ ദ ഡാൻസ്, ആ ബ്രേക്ക് ഡാൻസ്, അതിൻ്റെ ഇവരെടുത്തിരിക്കുന്ന ഈ പിള്ളേരെടുത്തിരിക്കുന്ന എഫക്റ്റ്, ഇതിനകത്ത് ഒരു നൈസ് സാധനമുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, സ്റ്റെപ്പ് അപ്പ് പ്രതീക്ഷിക്കരുത്. ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഫോം, ആ ഒരു ഡാൻസ് ഫോം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പിള്ളേർ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ പിള്ളേരും കലക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ, അതായത് തിയേറ്ററിൽ എത്തുന്നതിനും കുറച്ച് മുന്നേ അവിടെ ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പിള്ളേർ കംപ്ലീറ്റ്. കാസ്റ്റ് ആൻഡ് ക്രൂവിലെ പിള്ളേരെല്ലാം കൂടി ചേർന്ന് ഡാൻസും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടിക്ടോക്ക് ഹരീഷേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചേട്ടൻ രാവിലെ കാസ്റ്റ് ആൻഡ് ക്രൂയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഇട്ട ഒരു വീഡിയോ കണ്ടായിരുന്നു ഞാൻ. അവന്മാർ ഷർട്ടൊക്കെ ഊരിയിട്ട് ഡാൻസ്, ആ സിനിമയിൽ എങ്ങനെയാണോ അവർ പ്രാക്ടീസ് ചെയ്യണം അതേ രീതി അവർ വനിതയുടെ ഫ്രണ്ടിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അതെനിക്ക് മിസ്സായിപ്പോയി. ദയവീത് എനിക്ക് കാസ്റ്റ് ആൻഡ് ക്രൂവിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ മൊത്തം തിയേറ്റർ എടുക്കല്ലേ. നിങ്ങളൊരു സർട്ടൻ നമ്പർ ഓഫ് സീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഈ സിനിമ എനിക്ക് തോന്നിയത് ഒരു ടൈറ്റ് പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഒരു നല്ല വൈബി കാണുമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ കണ്ടപ്പോഴേക്കും ഒരു 30-40 പേരോളം സിനിമ കാണാൻ ഉണ്ടായിരുന്നു ഈ സിനിമ കാണാനായിട്ട്. തീരെ ആൾ കുറവൊന്നും അല്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന ഓഡിയൻസ് കുറച്ച് തണുത്ത ഓഡിയൻസ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് പോയി. ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരു മച്ചാൻ എൻ്റെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ആ മച്ചാൻ്റെ വൈബ് എന്നിലേക്ക് കിട്ടി.
അപ്പം അതെനിക്ക് മനസ്സിലായി. എന്തായാലും ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാണ്, ഇത് എനിക്ക് കുറച്ച് സ്ലോ പേസ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് ദ ഡാൻസർ ഇൻ മീ, ദ മൈക്കിൾ ജാക്സൺ ലവർ ഇൻ മീ വാസ് സാറ്റിസ്ഫൈഡ്. ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത്. അപ്പോൾ ശരി, ഇന്ന് കരാട്ടെ കിഡ് എന്നുള്ള സിനിമ കൂടെ കാണുന്നുണ്ട്, അതിൻ്റെ അഭിപ്രായം ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.